ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിനാഷ് ഷമീർ. അപ്പോൾ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മടിയായിരിക്കും പോലെ. അപ്പോൾ എന്തായാലും ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, ഓരോ വീഡിയോകളൊക്കെ കാണുമ്പോൾ ഹോം ടൂർ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോകളൊക്കെ കാണാം. അപ്പോൾ ഞാനൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഹോം ടൂർ ഒന്നുമല്ല, പക്ഷേ എനിക്കിഷ്ടമുള്ള എൻ്റെ വീടിൻ്റെ പരിസരങ്ങളിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് നല്ല പോലെയുണ്ട്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണല്ലോ അത്. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കാൻ കുറച്ച് നേരം അല്ലേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് നമ്മുടെ പറമ്പുകളിലൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ഒരു കാന്താരി മുളകിൻ്റെ ചെടി വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ താമസാക്കിയിട്ട് അധികമൊന്നും ആയിട്ടില്ല. ഞങ്ങൾ 2023 ഒക്ടോബറിലാണ് ഞങ്ങളിവിടെ താമസാക്കിയത്. അപ്പോൾ നമുക്ക് ഞങ്ങൾ വെച്ച് പിടിപ്പിച്ച കുറേ കാന്താരി മുളകിൻ്റെ തൈകൾ കാണാം കേട്ടോ. മുളകായിട്ടൊന്നുമില്ല, എന്നാലും ഇത് കണ്ട ഇത് കാന്താരി മുളകിൻ്റെ തൈയാണ്. മുട്ടിടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ മുട്ടൊന്നും ഇട്ടിട്ടില്ല. ഇത് കുറച്ച് മുട്ടൊക്കെ ഇട്ട് തുടങ്ങിയിൽ അത്യാവശ്യം മുളകൊക്കെ ഉണ്ടായി തുടങ്ങിയണ്ട. ഞാൻ പറിച്ചതാണ് കേട്ടോ കുറേയൊക്കെ. അപ്പോൾ നല്ല മുളകാണ് കണ്ട, അതേ മുളകൊക്കെ ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ മുളകൊക്കെ ഉണ്ട്. ഞാൻ ഇന്നലെ പറിച്ചിട്ട് ചുരുക്കയിലിട്ട് വെച്ചേക്കാം. ഇവിടുത്തെ മോന് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ കുഞ്ഞു മുളകാണ് കേട്ടോ, അത് വേറെ വിഷയം. അപ്പോൾ അതിൽ ഉണ്ടായി തുടങ്ങുമ്പോൾ നല്ലപോലെ ഉണ്ടാവും. അതേ ഇവിടെ ഉണ്ട് അടാ, ഇവിടെ ഉണ്ട് മുളക്. അപ്പോൾ ഇത് കസ്തൂരി മഞ്ഞളാണ് കേട്ടോ, കസ്തൂരി മഞ്ഞളിൻ്റെ തൈയാണ്. പിന്നെ ഞാനൊരു വെറൈറ്റി മുളക് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ഫ്രണ്ട് ഞാൻ അവിടെ താമസിക്കുമ്പോൾ മുന്നേ താമസിക്കുമ്പോൾ ഒരു സഫിയത്തുണ്ട്. ആ സഫിയത്ത ഒരു 2-3 മുളകിൻ്റെ തൈ തന്നതാണ്. ആ തൈ തന്നിട്ട് ഞാൻ അവിടെ കൊണ്ട് വെച്ച് അതിനകത്ത് മുളകുണ്ടായി. എന്നിട്ട് ഞാൻ ആ മുളകിനെടുത്ത് പാവിയിട്ട് അതിന് ഞാൻ വെച്ച് പിടിച്ചു. എനിക്കൊരു 3 തൈ കിട്ടുള്ളൂ കേട്ടോ. പക്ഷേ 2 തൈ ഞാൻ വെച്ചു, ഒരു തൈ ഞാൻ കൊടുത്തു. പക്ഷേ കൊടുത്തതിൽ ഉണ്ടായില്ല എന്നാണ് അവർ പറഞ്ഞത്. എനിക്ക് വിഷമായി കേട്ടപ്പോൾ. എന്നാലും വേണ്ടില്ല, ഇനി ഉണ്ടാകുമ്പോൾ കൊടുക്കാമല്ലോ. അപ്പോൾ അതിൽ ഞാൻ ഒരു മുളക് പഴുത്തിട്ട് ഞാൻ വിത്തിനെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നല്ല അടിപൊളി കളറ് സൂപ്പർ മുളക്. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ അല്ലേ. എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഇത് ഉണ്ടായി നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമുക്ക് വീടും കൂടിയൊന്നും ഇല്ലെങ്കിലും നമ്മൾ താമസിക്കുന്നിടത്ത് ഇങ്ങനെ ഒരു മുളക് തൈ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയത് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇനി ഞാൻ മനസ്സിലാക്കാം, ഇതിൻ്റെ കാന്താരി മുളകിൻ്റെ വലിയൊരു തൈയുണ്ട്. അതിൽ നിന്നാണ് ഞാൻ കൂടുതലും മുളക് പൊട്ടിക്കാറ്. ഇന്നലെ ഞാൻ പൊട്ടിച്ച കാരണം അതിനകത്ത് മുളകൊന്നുമില്ല. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ആ സാധനം കാണിച്ചു തരാം. ഞങ്ങൾ എന്താ പറയുക, ഇവിടെ വരുമ്പോൾ തന്നെയുള്ള തൈയാണ്. വലിയ തയ്യാ, സാമാന്യം തരക്കേടില്ലാത്തൊരു തയ്യാണ് കേട്ടോ. അല്ല, അതിനകത്തൊക്കെ മുളകുണ്ട്. ഞാൻ ഇന്നലെ പൊട്ടിച്ചതാണ്, അത് കാരണം ഇന്ന് പൊട്ടിക്കാനൊന്നുമില്ല. പിന്നെ കേട്ടോ വേപ്പ്, എനിക്കിഷ്ടമാണ് വേപ്പിൻ തൈ ഉണ്ടാവണം. ഞാൻ എവിടെയൊക്കെ താമസിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഞാൻ വേപ്പിൻ തൈ വെച്ച് പിടിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഒരെണ്ണം പോലും ഉണ്ടായിട്ടില്ല. ഇവിടെ വന്നപ്പോൾ എവിടെ നോക്കിയാലും വേപ്പിൻ തയ്യാ. എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഈ സാധനം കണ്ടിട്ടോ, ഇത് എല്ലാ പറമ്പിലും ഉണ്ടാവില്ല, പക്ഷേ ആരും ഇതിനെ യൂസ് ചെയ്യില്ല. പക്ഷെ ഞാനിത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. വെച്ചിട്ട് ഞാനിതിനെ വെച്ചിട്ട് ഭക്ഷിക്കും. ഇവിടുത്തെ പിള്ളേർ പറയും, ഉമ്മ പറമ്പിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പാടാണേന്ന് പറയും അവർ. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല കേട്ടോ. ഞങ്ങൾ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടുത്തെ പുല്ലൊക്കെ പറിച്ച് കളയാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്കതൊരു ശല്യമാകരുതെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ കുറേശ്ശെ കളഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഭാഗം വൃത്തിയാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യാറ്. പിള്ളേരെ ചീത്ത അറിയും, എന്നാലും ഞാൻ ചെയ്യും. 2 എണ്ണം പോയി അത്രയായില്ലേ. പക്ഷേ ഇതിനിടയിൽ നിന്ന് ഇത് പോകാൻ പാടില്ലല്ലോ. ആ തുവേന അവിടെ നിർത്തിക്കൊണ്ടാണ് ഞാനിത് പൊട്ടിക്കുന്നത് കേട്ടോ. എന്താ അങ്ങനെ കുറേശ്ശെ പൊട്ടിച്ച് കളയാം. എല്ലാം കൂടി ഒന്നും പറ്റില്ല. എല്ലാം കൂടി പറ്റി കഴിഞ്ഞാൽ എൻ്റെ കൈക്ക് ചൊറിഞ്ഞ് നല്ല ചൊറിച്ചിലുണ്ട് കേട്ടോ. ചൊറിയാണ്ടോ നിൽക്ക് ഉണ്ടാക്കണം. അപ്പം ഞാൻ കുറച്ച് പറിച്ചിട്ടുണ്ട്, ഒരു പിടി. ആ ഒരു പിടിയുടെ ഭാരം കുറഞ്ഞല്ലോ, അത്ര മതി. പിന്നെ അങ്ങനെ നോക്കി അവിടെ വലിയൊരു എന്താ പറയുക വേപ്പുണ്ട് കേട്ടോ. ഞങ്ങൾ താമസിക്കാൻ വരുന്നതിന് മുന്നേ അവർ വെട്ടിയിട്ട് അങ്ങനെ നിർത്തിയിട്ടാണ്. ഇപ്പം മുളച്ച് വരുന്നുണ്ട്. കുഴപ്പമില്ല, നമുക്ക് അതിൽ നിന്ന് വേണമെങ്കിൽ പൊട്ടിക്കാം. പിന്നെ ഇവിടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ത് സാധനം ഉണ്ടെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. അങ്ങനെ കുഴപ്പമൊന്നുമില്ല അവർക്ക്. ഇവിടെ പുളി വീണപ്പോൾ എനിക്കിഷ്ടം പോലെ പുളി അല്ലേ. നമ്മൾ പുളി പറക്കി വയ്ക്കും, അവർ വന്ന് കൊണ്ടക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അവർ പോകുമ്പോൾ ഒക്കെ നമ്മളോട് ആവശ്യമുള്ളത് എടുത്തോളം പറയും. അപ്പോൾ എല്ലാ പ്രാവശ്യം നമ്മൾ നിന്ന് എടുക്കണേ. അപ്പോൾ ഞാൻ അങ്ങനെ എടുക്കില്ല. പക്ഷെ അവർ പറയും എടുത്തോളം വേണമെങ്കിൽ നമുക്ക് പുളി തരും. അപ്പോൾ പുളിയൊക്കെ എനിക്ക് ആവശ്യമായിട്ട് പുളിയൊക്കെ ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് അവർ നട്ടേക്കണതാണ് കൂവയാണ്. കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് കൂവ ഉണ്ടായുള്ളൂ പറഞ്ഞു, അതുകൊണ്ട് കൂവ കിട്ടിയില്ല കേട്ടോ. ചേമ്പൊക്കെ അവർ തന്നിട്ടോ നല്ലപോലെ. നമ്മുടെ പറമ്പിൽ ചേമ്പൊക്കെ അവർ നട്ടിട്ടുണ്ട് കേട്ടോ. ഇതില്ല കേട്ടോ, ഇതൊക്കെ എന്താ പറയുക പൊട്ട ചേമ്പാന്ന് അവർ പറഞ്ഞേ. പക്ഷേ ഇതൊന്നുമല്ല, അപ്പുറത്തെ സൈഡിൽ നല്ല ചേമ്പ് നട്ടിട്ടുണ്ട് അവർ. ഇഷ്ടംപോലെ ചേമ്പുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് നല്ലപോലെ ചേമ്പൊക്കെ ഞങ്ങൾക്ക് കിട്ടി. എനിക്ക് എൻ്റെ വീട്ടുകാർക്ക് കുറേശ്ശൊക്കെ കൊടുത്തു കേട്ടോ. കുറേശ്ശെ വിത്ത് അവർക്കും കൊടുത്തു, ഞാനും കൊടുത്തു. അതാണ് ചേമ്പ് കേട്ടോ. അവർ മഴ പെയ്തപ്പോഴേക്കും വന്ന് ചേമ്പൊക്കെ നട്ടു.
എല്ലാം ചേമ്പൊക്കെ ഇപ്പോൾ വലുതായി തുടങ്ങി. പിന്നെ ഇവിടെ അത്യാവശ്യ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. തെങ്ങുണ്ട്. അപ്പോൾ തെങ്ങുണ്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു തേങ്ങ ഇല്ലാന്ന് എനിക്കൂടെ തേങ്ങ നിന്ന് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. എടുത്തിട്ട് അതിന് പൈസ കൊടുത്താൽ മതി. പൈസ കൊടുക്കണം കേട്ടോ, അല്ലാതെ എല്ലാ തേങ്ങയും നമ്മൾ എടുക്കുക അത് മോശം പരിപാടിയാണ്. നമുക്കത് ഇഷ്ടമില്ല, ആവശ്യമില്ല. ഇവിടെ തേങ്ങ വേണം നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത് വലിയൊരു പ്ലസ് പോയിൻ്റാണ്. അപ്പോൾ നമ്മൾ തേങ്ങ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പൈസ കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണ്ട ചെറിയ അക്ഷു പഴുത്തോട്ടാ സൂപ്പർ ചെറിയ ഇഷ്ടം പോലെ അപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ട്. കുറച്ച് ചെറിയ ചെറിയ ഉണ്ടായി നിൽക്കണ. ഞാൻ ഇതിനെ അച്ചാറുണ്ടാക്കി പഞ്ചസാര ലായനിയിലിട്ടു. അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു, മറ്റേ ആടിമുളെ കുന്നിക്കുരുവാണിത്. പണ്ടൊക്കെ നമ്മളെ 100 കുന്നിക്കുരു പാക്കി എടുക്കാല്ലേ, കിട്ടാറില്ല. നേടി കുന്നിക്കുരുൻ്റെ കുരു നിൽക്കണോ അതാ പറഞ്ഞത്. കുന്നിക്കുരുട്ടാ. അപ്പോൾ കുന്നിക്കുരു ആവശ്യമുള്ളവർ ചോദിക്കുക. അപ്പോൾ നമുക്ക് എടുത്ത് വെക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം പറയണതാണ്, അതൊന്നും നമുക്കറിയില്ല. നല്ല കുന്നിക്കുരാണല്ലേ, പക്ഷെ കുട്ടികൾ കുഞ്ഞുങ്ങളായ കാരണം ഞാൻ എന്തായാലും പറക്കണില്ല. അപ്പോൾ ഇത് കണ്ടില്ലേ, അപ്പോൾ കുഞ്ഞിക്കുരു കണ്ടില്ല നമ്മൾ. ഇനി നമുക്കിവിടെ കാണാം അടിപൊളി ഒരു മരം ഉണ്ട് കേട്ടോ. ഇതെന്താണെന്നറിയോ, എനിക്കറിയില്ല. അറിയേണ്ട കാര്യം നിങ്ങൾക്ക് അറിയുന്ന വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടോളൂ കേട്ടോ. ഇത് നമ്മളെ ഇറച്ചിയിലും ബിരിയാണിയിലൊക്കെ ഇടുന്ന സൂപ്പർ മണ. പട്ടയല്ലടി ഇത് പട്ടയല്ല, ഇതിന് പട്ട എന്ന് പറയാൻ പറ്റില്ല. ഇതിൻ്റെ ഇലയാണ് നമ്മൾ ഓരോന്നിലിടുക, ബിരിയാണിയിൽ യൂസ് അങ്ങനെ എന്തെങ്ങാണ്ട് പേരുണ്ട് ഇതിന്. അപ്പോൾ അതിനാണ് ഇത് യൂസ് ചെയ്യുക. നല്ല മണമാണ്. ഞാൻ നാളെ ബിരിയാണി ഉണ്ടാക്കിയില്ലേ, അവിടെയൊക്കെ ഒന്ന് പോയി അതിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിവിടെ കാണിക്കാനുള്ളത് സങ്കടം ഉണ്ടായിട്ടോ. കാരണം ഇതൊരു കുലച്ച വാഴയാണ്, അത് പൊട്ടി വീണു. വേറെ ഒന്നുമില്ല, അപ്പുറത്ത് തന്നെ മാവ് നിൽക്കണേ. ആ മാവിൻ്റെ ഒരു കൊമ്പ് താഴെ വീണപ്പോൾ ആ വാഴക്കൊലയും പോയി, എല്ലാം പോയി. പാവം പോലെ ഉപ്പേരി ഉണ്ടാക്കാൻ പോലും ആയിട്ടില്ല. അത് കാരണം കൊല അങ്ങനെ തന്നെ ഇവിടെ കിടക്കുകയാണ്. ഇനി ഭാഗ്യം ഉണ്ടെങ്കിൽ അത് വലുതാവട്ടെ എന്ന് വെച്ചാൽ അവിടെ ഇട്ടു. നമുക്ക് ഉപ്പേരി ഉണ്ടാക്കണമെങ്കിൽ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് ഇങ്ങനെ പോന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നെല്ലിമരം ഉണ്ട് കേട്ടോ. നെല്ലിമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളിനെല്ലിയാണ്. എന്താ അതിന് പറയുക, അരിനെല്ലി. അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നോക്കാം നമുക്ക് കിട്ടിയിട്ടില്ല. അതെ വീണെടുക്കണം. പക്ഷെ അതൊക്കെ ചീഞ്ഞു മക്കളെ, ചീഞ്ഞു. അതൊന്നും എടുക്കാൻ പറ്റില്ല. അവിടെ നിന്ന് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീര. ഈ ചീര ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ. പക്ഷേ ആ വീഡിയോ നന്നായില്ല. ഞാൻ ഇതൊക്കെ വെട്ടി കൊണ്ടുപോയിട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ ഒരു 2 തൈ ഇവിടെ കൊണ്ടു വെച്ചതാണ്. പക്ഷെ അത് ഭാഗ്യത്തിനുണ്ടായി. ഇത് ഇഷ്ടം പോലെ ഇതിന് ചീരയുടെ ഇല കിട്ടാറുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് വീണ്ടും ഒരു ചെറിയ അല്ല നല്ല ചെറിയായിരുന്നു. ഇതിനകത്ത് അപ്പടി പഴുത്ത് നിൽക്കണുണ്ടോ, നല്ലപോലെ പഴുത്ത് നിൽക്കണ്ട. എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരെണ്ണം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ചെയ്യുന്നത്. ഇതിൽ നല്ലപോലെ ഉണ്ട്. അപ്പോൾ അവിടെ വീണ് കിടക്കുന്ന തേങ്ങയൊക്കെ ഞാൻ അങ്ങനെ എടുത്തിട്ടതാണ്. ഇന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ തേങ്ങ നോക്കിയാണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് അങ്ങനെ എടുത്തിടണം. പിന്നെ ഞാൻ മോള് പ്രസവത്തിന് വന്നപ്പോൾ വറകും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവർ പട്ടയ്ക്ക് എടുത്തിട്ടോളാൻ പറഞ്ഞതാണ്. പക്ഷെ അതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ബട്ട് അങ്ങനെ അവിടെ കിടന്നു. അവിടെ നിന്ന് പിന്നെ ഞാൻ എൻ്റെ മുളക് കണ്ടു. ഇതും വേറെ മുളക് കേട്ടോ. വേറെ മുളക് മീൻസ് കണ്ടാരി മുളക് തന്നെയാണ്. അതും വെച്ചിട്ടുണ്ട്. ഇനി വേറെ അവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും പറയാനില്ല. ഇവിടെ ഉണ്ട് മുളക്. വെണ്ട ഞാനൊരു വെണ്ട വെച്ചതാണ് കേട്ടോ. സൂപ്പർ വെണ്ടയല്ലേ. വേണ്ട ഒരെണ്ണം വിത്തിനിരിക്കട്ടെ എന്ന് വിചാരിക്കും. ആദ്യത്തെ നമുക്ക് വിത്തിന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് വരുമ്പോൾ ഞാൻ കൊണ്ടുവന്ന റോസ്റ്റിയാണ് ഇട്ടത്. അതിനകത്ത് മുട്ടിട്ടു. വരുമ്പോൾ ഞാൻ കൊണ്ടുവന്ന റോസ്റ്റിയാണത്. ഇതിനകത്ത് മുട്ടിട്ടു. ഇവിടെ മറ്റൊരു മുളകൻ, ഇവിടെ മറ്റൊരു വെണ്ടൻ. അതിനകത്ത് വലിയ റോസാപ്പൂ ഉണ്ടാവുമെന്നാണ് എൻ്റെ വിചാരം. കാരണം ഇതിനകത്ത് വലിയ മുട്ടുണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു പ്രതീക്ഷയാണ്, നല്ല സന്തോഷമാണ്. ഇതിനകത്ത് വരുന്ന മുമ്പിലൊരു റോസ വിരിഞ്ഞ് നിൽക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാപ്പിനെസ്സാണ്. അല്ല ഇത് മുളക് തന്നെയാണ് കേട്ടോ. അതിനകത്തൊക്കെ മുളക് ഉണ്ടായി തുടങ്ങും എന്ന് മാത്രം. പിന്നെ ഇവിടെ കണ്ട തുളസി, ഇഷ്ടം പോലെ തുളസിയാണ് അല്ലേ. തുളസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു മണ്ണം കേട്ടാൽ മതി. എന്താ എൻ്റെ സ്മെല്ല്. കൊതുക് വരില്ല എന്നൊക്കെ പറയൂ കേട്ടോ. പക്ഷേ ഈ ഭാഗത്തൊന്നും ഇല്ലെങ്കിലും അങ്ങനെ ഉള്ളിൽ കയറി നല്ല കൊതുകുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്കിത് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു ഔഷധ സസ്യമാണ് നമ്മുടെ തുളസി. മാത്രമല്ല നമ്മുടെ ഹിന്ദു സഹോദരങ്ങൾ ഇതിനെ ഒരുപാട് ആദരിക്കുന്ന ഒരു സാധനം കൂടിയാണ്. അപ്പോൾ എന്തായാലും തുളസിക്ക് ഒരു ബിഗ് സല്യൂട്ട് അല്ലേ. അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ പിന്നെ നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇനി ഉള്ളിൽ പോയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ. ഞാൻ ചീര ഇട്ട് വെച്ചൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് കാണുക. വട്ടാന്നൊന്നും വിചാരിക്കേണ്ട. നട്ടഭ്രാന്തെന്നൊക്കെ പറയില്ല. നട്ടഭ്രാന്തൊന്നുമല്ല, ഒരു തമാശ, ഒരു രസം. ഞാൻ ചെറുപ്പം. നീ എന്തായാലും ഉള്ളിക്ക് പോക്കോ.
ഞാൻ അപ്പുറത്ത് കൂടെ പോയിട്ട് ചെരുപ്പ് അവിടെ ഇട്ടിട്ട് അങ്ങോട്ട് വരാം കേട്ടോ. അത്ര കഷ്ടപ്പെടണ്ട, ഞാൻ വീഡിയോ എടുത്തു തരാം. അതിന് ട്രിക്ക് വേറെയാണ് കേട്ടോ. അതിൻ്റെ സെൽഫി സ്റ്റിക്ക് ഉണ്ടായിരുന്നത് അവൾ പൊട്ടിച്ചു. അത് പൊട്ടിയതിൻ്റെ സങ്കടത്തിലാണ് പുള്ളിക്കാരി ഒപ്പം നടന്നിട്ട് ഇത് ചെയ്തു തരുന്നത്. പക്ഷേ അവൾക്കൊരെണ്ണം കിട്ടാൻ പോണ്ട്, അത് ചോദിച്ചിട്ട് അവൾ തരുന്നില്ല. അത് അവൾക്ക് വീഡിയോ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ അവളുടെ ചാനലിൻ്റെ പേര് ആമിഷ് എന്ന ആർട്ടിസ്റ്റിനാണ്. അപ്പോൾ നിങ്ങൾ സമയം കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് പോയി നോക്കിട്ടാ. നമുക്ക് അടിപൊളിയായിട്ട് മൈലാഞ്ചി ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. നിങ്ങൾക്ക് ചെറിയൊരു സപ്പോർട്ടാണ്, പക്ഷെ ഞങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടാൻ പോകുന്നത് ഒരുപാട് സംതിങ് നിങ്ങൾ പൂരിപ്പിച്ചാൽ മതിയില്ല എന്താ നമുക്ക് കിട്ടുക എന്നുള്ളത്. നമുക്ക് സന്തോഷമാണ്. കാരണം വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, പക്ഷെ ഒരു വീട് സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു മാർഗം ഏത് മാർഗത്തിലൂടെ ആണെങ്കിലും എന്നല്ല, നല്ല ഏതെങ്കിലും മാർഗത്തിലൂടെ സ്വന്തമാക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ നിങ്ങളുടെ കൊച്ചു കൊച്ചു സഹായങ്ങൾ മീൻസ് നിങ്ങൾ വീഡിയോകൾ കാണുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഞാൻ വെട്ടി വെച്ചാൽ ചീരല കാണിച്ചു തരാമെന്ന് പറഞ്ഞ് മറക്കണ്ട, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറച്ചും നല്ല ചീരകൾ, ഇഷ്ടം പോലെ ചീരകൾ കിട്ടിയിട്ടുണ്ട്. ചക്കക്കുരു ഉണ്ട്, ഇതിട്ടിട്ട് ചീര നമുക്ക് ഒലത്ത ചീര ഒലത്തുണ്ടാക്കാം. അതല്ല അതിനെന്താ ചീര എന്ന് ഉപ്പേരി എന്ന് പറയണവർക്ക് ഉപ്പേരി ഉണ്ടാക്കാം, വാട്ടണം എന്ന് പറയണവർക്ക് വാട്ടാം. ഇത് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഇവിടെ ഞാനിത് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ പറയുക സമർപ്പിക്കാനല്ലേ. ഓക്കെ, ബൈ.